ഉള്ളിൽ കയറി കൂടിയ ഒരുപാട് വികാരങ്ങളും വിചാരങ്ങളും ഉണ്ട്. തെറ്റായ ആരോ പറഞ്ഞു തന്നിട്ടുള്ള, ആരോ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ള, എന്നാൽ നിങ്ങളുടെ ആത്മാവോ നിങ്ങളുടെ ഈശ്വരനോ ദൈവമോ അള്ളാഹുവോ ഒന്നും പഠിപ്പിക്കാത്ത വേറെ ആരോ പറഞ്ഞു തന്ന കഥകൾ സത്യമാണെന്ന് വിശ്വസിച്ച് ആ മൂടുപടത്തിന്റെ പിന്നിലാണ് നിങ്ങളുള്ളത്. ആ മൂടുപടം അഴിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറക്കാൻ കഴിയും. നിങ്ങൾക്ക് പറക്കാൻ കഴിയും. കാണുന്നതിലെല്ലാം സൗന്ദര്യം വീക്ഷിക്കാൻ കഴിയും. കാണുന്നതിലെല്ലാം സൗന്ദര്യം. ഭാര്യയിൽ, മക്കളിൽ, എത്ര പ്രശ്നം ഉണ്ടാക്കുന്ന ഭാര്യ ആയിക്കൊള്ളട്ടെ, എത്ര പ്രശ്നം ഉണ്ടാക്കുന്ന ഭർത്താവ് ആയിക്കൊള്ളട്ടെ, അവിടെയും നിങ്ങൾക്ക് സൗന്ദര്യം കാണാൻ പറ്റും. അവിടെയും കാരണം അതിലാണ് വ്യതിരക്തത. ദൈവത്തിന്റെ സൃഷ്ടിയുടെ, ഈശ്വരന്റെ സൃഷ്ടിയുടെ വ്യതിരക്തത നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ പുൽത്തൊട്ടിൽ അറിയേണ്ടത്. അവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ യജമാനനെ അറിയേണ്ടത്. അവിടെയാണ് നിങ്ങളുടെ സമാധാനം. അവിടെയാണ് നിങ്ങളുടെ സന്തോഷം. വളരെ ആഴത്തിലുള്ള ഒരു പ്രണയമാണ്, സ്നേഹമാണ് പ്രപഞ്ചത്തിന് നമ്മോടുള്ളത്. നമ്മൾ പോലും അറിയാതെ ചില സമയങ്ങളിൽ നമ്മളെ ആലിംഗനം ചെയ്യുന്ന, നമ്മൾ അറിയുന്നില്ല ആലിംഗനത്തെ. നിങ്ങളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഒന്നും പ്രതീക്ഷിക്കാതെ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ വെറുതെയാണ്. ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങളിൽ നിന്ന് സ്നേഹം മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്. സ്നേഹം മാത്രം. ആ സ്നേഹം നിങ്ങളൊന്ന് കൊടുക്കാൻ തയ്യാറായി നോക്കി, നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ നടക്കും. വേറെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. നിങ്ങളുടെ പണം പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങളുടെ പത്രാസ് പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങൾ ചെറിയവനാണോ വലിയവനാണോ എന്ന് നോക്കുന്നില്ല. നിങ്ങൾ കറുത്താണോ വെളുത്താണോ എന്ന് നോക്കുന്നില്ല. നിങ്ങളുടെ ഒരു പൂർണ്ണതയ്ക്കും വേണ്ടി ആ ശക്തി കാത്തു നിൽക്കുന്നില്ല. നമ്മൾ വിചാരിക്കും നമുക്ക് ദുഃഖമൊക്കെ വരുമ്പോ എന്തിനാ, എന്നാ പിന്നെ എല്ലാവർക്കും സന്തോഷം മാത്രം അങ്ങ് തന്നാ പോരായിരുന്നു, എന്തിനാണ് ഈ ദുഃഖമൊക്കെ തരുന്നത്? ചിലർ ഉത്തരം കിട്ടാതെ ആ പ്രപഞ്ചത്തിൽ നിന്നും ഈശ്വരനിൽ നിന്നും അകന്നു പോയവരുണ്ട്. ചിലര് അതുകൊണ്ട് തന്നെ കൂടുതൽ ഈശ്വരനിലേക്ക് അടുത്ത ആളുകളുണ്ട്. അവരായിരിക്കും ഭൂരിപക്ഷം. വിഷമങ്ങൾ, സങ്കടങ്ങൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ കൂടുതൽ അവരടുക്കുകയാണ്. എന്താണിത്? എങ്ങനെയാണ് ഇതിനറിയുക? ഒരു മാവിലെ മാമ്പഴം എല്ലാം നല്ലതായിരിക്കില്ല. കുറെ ചീഞ്ഞതുണ്ടാവും, കുറെ പുഴു കടിച്ചത്. അതാണ് നാച്ചർ, അതാണ് പ്രപഞ്ചം, അതാണ് പ്രകൃതി. എന്നാലാണ് നല്ലതിന്റെ വില മനുഷ്യന് മനസ്സിലാവുള്ളൂ. ബൈബിളിലും ഖുറാനിലും ഉപനിഷത്തുകളിലും ചില സമൂഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. അവർക്ക് ദൈവം, ഈശ്വരൻ, അള്ളാഹു നേരിട്ട് ഭൂമിയിലേക്ക് സ്വർഗ ഭക്ഷണം ഇറക്കി കൊടുത്തു. അല്ലലും അലട്ടലും അവർക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ലോകത്തെ ഏറ്റവും വലിയ ധിക്കാരികളായ ജനമായി അവർ മാറി. ദൈവത്തെ നിഷേധിക്കുന്നവർ. അവിടെയാണ് ഈ ഒരവസ്ഥ. ഇതിൽ നിന്നാണ് മനുഷ്യൻ മാറി മറിഞ്ഞു വരുന്നത്. ഇതിൽ നിന്നാണ് മനുഷ്യൻ തന്റെ സ്നേഹം തിരിച്ചറിയുന്നത്. അവിടെയാണ് നമ്മളുടെ ആത്മാവ് തിരിച്ചറിയുന്നത്. സമുദ്രം തിരമാലകളെ സ്നേഹിക്കുന്നത് പോലെ, ആകാശം മേഘത്തെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾ അറിയാത്ത അദൃശ്യമായ ഒരു സ്നേഹം. ആ സ്നേഹമാണ് നിങ്ങളെ രാവിലെ എഴുന്നേൽപ്പിച്ചത്. ആ സ്നേഹമാണ് നിങ്ങൾക്ക് ശ്വാസം തരുന്നത്. ആ സ്നേഹമാണ് നിങ്ങളെ ഇപ്പോൾ എന്റെ മുന്നിൽ ഇരുത്തിയിരിക്കുന്നത്. ആ സ്നേഹത്തെയാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. ആ സ്നേഹത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് ഫീൽ ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ആ ദിവ്യമായ സ്നേഹത്തെ, ആ ദിവ്യമായ ആത്മാവിനെ, നമ്മളുടെ ആത്മാവിന്റെ പവറിനെ